ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നെല്ലിക്കച്ചാറാണ് കേട്ടോ. ഇവിടെ കുറേ ദിവസമായി കേട്ടോ ഉപ്പിലിട്ട് വെച്ചിട്ട് നെല്ലിക്ക ആരും കഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്ത് ആ നെല്ലിക്കയൊക്കെ എടുത്ത് ഒന്ന് ഉണക്കാൻ വെച്ചിട്ടോ ഒരു ദിവസം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. ഈ കുരു ഇല്ലാതെ ഇതുപോലെ ഒന്ന് നമുക്ക് എല്ലാ നെല്ലിക്കയും ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ലെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ച് കൊടുക്കാവേ. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് വറുത്ത പൊടിയും അതുപോലെ തന്നെ ഉലുവപ്പൊടിയും കായപ്പൊടി ഇട്ട് കൊടുക്കുക. നെല്ലിക്കയിൽ ഉപ്പിലിട്ടാണല്ലോ, ഉപ്പുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള നെല്ലിക്കച്ചാർ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പിലിട്ട നെല്ലിക്ക നമുക്ക് ആര് കഴിച്ചില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിന് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നെല്ലിക്കച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.